നമ്മുടെ വയനാട്ടിൽ കാടിനുള്ളിലാണ് ചേകാടി എന്ന് പറയുന്ന ഗ്രാമം. അവിടുന്ന് കുറച്ചു ദൂരം പോയാലേ കർണാടകയിലും ഇതേപോലെ കാടിനുള്ളിലൊരു ഗ്രാമമുണ്ട്. ഇവിടത്തേക്ക് പോകേണ്ടത് കൊടും കാടിനുള്ളിലൂടെയാ. അതുകൊണ്ട് ഇവന്മാരെ കാണാതെ പോവാനാവില്ല. കുറുമ്പ് കാണിക്കുന്നത് കണ്ടോ? കാട് കഴിഞ്ഞാൽ നമ്മൾ ഗണ്ടത്തൂരെത്തും. അതായത് നമ്മൾ പഴയ കാലത്തേക്ക് അങ്ങ് പോവും. ഇവിടുത്തെ ഭംഗിയും ഇവിടുത്തെ ആളുകളും കൃഷിയും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ വിട്ടാലോ? വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. നല്ല മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ യാത്ര പോകുന്നത്. താമരശ്ശേരി ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. കോടമഞ്ഞുണ്ട്, തണുപ്പുണ്ട്, അതോടൊപ്പം നല്ല മഴയുണ്ട്. ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും മഴ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുൻപോട്ട് വരുന്ന വീഡിയോയിലൊക്കെ ഇതേപോലത്തെ ഫ്രെയിമുകൾ ഉണ്ടാവും. ഈ ചുരത്തിലെ കാഴ്ചകൾ പല പ്രാവശ്യം കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മുകളിലേക്ക് പോവാണ്. ഈ ആളുകളൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മളൊക്കെ കൊണ്ടിടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പെറുക്കുകയാണ്. നിങ്ങൾ ട്രിപ്പുകൾ പോകുന്ന സമയത്ത് അവിടെയും ഇവിടെയും ഒന്നും വേസ്റ്റ് എറിയാതിരിക്കണേ. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം കയറിയതാ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല പോലെ മഴയുണ്ട്. അങ്ങനെ കൽപ്പറ്റയും പുൽപ്പള്ളിയും കഴിഞ്ഞ് നമ്മൾ പോകുന്നതേ ബാവലി ചെക്ക് പോസ്റ്റ് കടന്നങ്ങനെ കർണാടകയിലേക്കാണ്. കർണാടകയിൽ ഗണ്ടത്തൂർ, ഗുണ്ടത്തൂർ എന്ന് പറയുന്ന 2 ഗ്രാമങ്ങളുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ബാവലി ചെക്ക് പോസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഇതിലെ വരേണ്ട ആവശ്യമില്ല. മാനന്തവാടിയും കാട്ടിക്കുളവും കഴിഞ്ഞ് അങ്ങനെ അതിലെ അങ്ങ് പോയാൽ മതി. നമ്മൾ ഇതിലെ പോകുന്നതേ വയനാട്ടിലെ കാടിന് നടുവിലുള്ള ഗ്രാമമാണ് ചേകാടി. ഈ ചേകാടി എന്ന് പറയുന്ന സ്ഥലം ഏതൊരു സമയത്ത് പോയാലും പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, കാടിനുള്ളിലൂടെ വേണം അങ്ങോട്ട് പോകാനും. ഈ ഒരു ഗേറ്റ് കടന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാടാണ്. ഇവിടെ ഇതാ മരത്തിൻ്റെ മുകളിൽ ഒരു ഏറുമാടവും ഉണ്ട്. എന്തായാലും കാഴ്ചകൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ ഒരു റൂട്ടിൽ നമ്മൾ മുൻപ് വന്നിട്ടുണ്ട്, വീഡിയോയും ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു കാടിനുള്ളിലൂടെ തന്നെ വരുന്നത് എന്താണെന്നറിയോ? ഈ ഒരു സ്ഥലവും ഈ ഒരു കാടും നമ്മൾ പോകുന്ന ചേകാടിയും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റിക്കറങ്ങിയിട്ട് ബാവലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ചേകാടിയിലേക്ക് ഈ ഒരു റൂട്ടിൽ വരുന്ന ആളുകൾ വളരെ കുറവാണ്. പിന്നെ ഇവിടെയൊക്കെ ആനകളെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞപ്പോഴേക്കും ഇതാ ഒരു ആന നിൽക്കുന്നത് കണ്ടോ? ആനയെ കണ്ട് തൊട്ടടുത്ത് തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനയുടെ കാലിൽ ചങ്ങലയുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ശരിക്കും കാട്ടാനയെ പോലെ തന്നെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മേലൊക്കെ പുല്ലും മണ്ണും ഒക്കെ വാരിപ്പൂശിയിട്ടാണ് ഉള്ളത്. ആനയെ കണ്ട് മുൻപോട്ട് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. സിനിമയുടെ ഷൂട്ടാണ്. ഒരു നാട്ടാനയെ കൊണ്ടുവന്ന് കാട്ടാനയാക്കി മാറ്റിയിട്ടുള്ളത്. എന്തായാലും കാണുമ്പോൾ കാട്ടാനയെ പോലെ തന്നെ ഉണ്ട്. കാട്ടിൽ ജീവിക്കേണ്ട ആനയെ കൊണ്ടുവന്ന് നാട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. വണ്ടി തകർക്കലും ആളുകളെ ചവിട്ടിക്കൂട്ടലും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ചേകാടിയുടെ മടിത്തട്ടിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ്. എന്തായാലും ഈ ഒരു സമയത്ത് നെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ വരുന്ന സമയത്ത് വയനാട്ടിൽ ഇതേപോലെ ഒരു സ്ഥലമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. അതേപോലത്തെ ഒരു ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ 3 ഭാഗത്തും കാടാണ്. ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു കബനി നദിയും. അതും കടന്ന് നമ്മൾ ബാവലിയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ബാവലിയിലേക്ക് എത്തും. ഇവിടുന്ന് അങ്ങോട്ടേ ഈ ഒരു പാലം കടന്നാൽ നമ്മൾ കർണാടകയിലേക്ക് കയറുകയാണ്. നാഗർഹോള ടൈഗർ റിസർവിനുള്ളിലൂടെയൊക്കെയാണ് പോകുന്നത്. അതായത് കൊടും കാടിനുള്ളിലൂടെ.
കുറച്ചു ദൂരം കാടാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമങ്ങൾ വരും. ഗ്രാമത്തിലാണെങ്കിൽ ഇതേപോലെയാണ് കാഴ്ച. മൊത്തമായിട്ട് കൃഷിയിടങ്ങളാണ്. അതിൻ്റെ നടുവിലെ മരത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഏറുമാടങ്ങളും ഉണ്ടാവും. കാടിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ ഏതൊരു സമയത്തും മൃഗങ്ങൾ വന്ന് നശിപ്പിക്കും. അതിന് കാവലിരിക്കുന്ന ഏറുമാടങ്ങളാണ് ഇവിടുത്തെ മരത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണാനുള്ളത്. നമ്മളിപ്പം പോകുന്ന റൂട്ടിൽ കാടിൻ്റെ നടുവിൽ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും കുറച്ചു ദൂരം കാടാണെങ്കിൽ പിന്നെ ഒരു ഗ്രാമം വരും. അവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്തുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാം. കാരണം അവിടെ കടകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതേപോലത്തെ ഭംഗിയുള്ള കാഴ്ചകളും ഉണ്ട്. നിങ്ങളിതിലെ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് അങ്ങ് വിട്ട് പോവരുത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. കാടിനുള്ളിൽ കയറിയ സമയത്ത് തന്നെ ഇവിടുത്തെ ആളുകൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കും. നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ കൈകാട്ടും. ഇതാണ് ഇപ്പം വാങ്ങിയിട്ടുള്ള ഞാവൽപ്പഴം. ഇതിന് 50 രൂപയാണ്. ഇത് കാട്ടിൽ നിന്ന് പറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്രത്യേക രസമുണ്ട് അല്ലേ? പിന്നെ ഇതേപോലെ കാടിനുള്ളിലൊക്കെ പോകുന്ന സമയത്തേ ഇങ്ങനെ ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ടാവും. അവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇവിടെയാണ് അവരെ ഊരും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലപ്പോൾ ഈ ഒരു സാധനമൊക്കെ വിറ്റിട്ട് വേണ്ടി വരും ഓരോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അത് മാത്രമല്ല, ഈ സാധനമൊന്നും നമുക്ക് എപ്പോഴും കിട്ടില്ല. മുത്തങ്ങ ഫോറസ്റ്റും മുതുമലൈ ടൈഗർ റിസർവും ബന്ദിപ്പൂർ ടൈഗർ റിസർവും ഒക്കെ അല്ലേ, ആ ഒരു കാടിനുള്ളിലൊക്കെ മൃഗങ്ങളെ കാണുന്നതിലും കൂടുതലേ നമ്മളിപ്പം പോകുന്ന ഈ ഒരു നാഗർഹോളെ ടൈഗർ റിസർവിനുള്ളിൽ കാണാൻ പറ്റും. കാട് കണ്ട് മുൻപോട്ട് വരുമ്പോഴേക്കും ഇതാ ഒരു കൊമ്പൻ എന്ന് വെച്ചാൽ നല്ല ലക്ഷണമൊത്ത കൊമ്പൻ. ഇവൻ കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്. ഇവനിപ്പേ സമാധാനത്തോടു കൂടി പുല്ല് തിന്നുന്നോ ഒന്നും നോക്കണ്ട. തിരിച്ചു വരുന്ന സമയത്ത് റോട്ടിൽ കയറിയിട്ട് വണ്ടി തടയലും പരിപാടിയൊക്കെ ആയിരുന്നു. എന്തായാലും അതെല്ലാം തിരിച്ചു വരുന്ന സമയത്ത് കാണാനുണ്ട്. എന്തായാലും കുറച്ച് ആളുകളെയൊക്കെ നല്ല പോലെ ആൾ പേടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറായിട്ടുള്ള ബാവലി ചെക്ക് പോസ്റ്റിൽ നിന്നേ ഈ ഒരു കാടിനുള്ളിലൂടെ 20 കിലോമീറ്ററോളം ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മളിപ്പം പോകുന്ന സ്ഥലം ചിലപ്പോൾ നിങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവും. കബനി ബാക്ക് വാട്ടർ ഒന്നും അവിടേക്ക് അറിയപ്പെടുന്നുണ്ട്. കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്ത് റൈറ്റിലേക്കൊരു കോൺക്രീറ്റ് റോഡുണ്ട്. ഇതിലെയാണ് പോകേണ്ടത്. ആദ്യം നമ്മൾ ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കബനി ബാക്ക് വാട്ടറിലേക്ക് എത്തുക. പിന്നെ നമുക്ക് ബോട്ടിനകത്ത് യാത്ര ചെയ്തിട്ട് വേണം ഗുണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ. ഇതാണ് ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമം. എന്തായാലും മക്കളൊക്കെ റോട്ടുമ്പോൾ തന്നെയുണ്ട്. മരത്തിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ കാര്യം പറ്റിയ ബദ്ധാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ. എന്തായാലും ഈ ഒരു സ്ഥലം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ വന്ന് വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ നമ്മളൊന്ന് തണുക്കും. നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റുണ്ട്. ഈ ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാലം കണ്ടോ? ഇവിടുന്നായിരുന്നു ബോട്ട് സർവീസ് തുടങ്ങുന്നത്. മഴക്കാലമായാൽ പിന്നെ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഇവിടുന്ന് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടാണ് ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവുക. അതിൻ്റെ പാലവും കാര്യങ്ങളും ഒക്കെയാണ് ഇത്. രാവിലെ മുതലേ ഒരു 100-150 കിലോമീറ്ററിനടുത്ത് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും വന്നതെന്തായാലും നന്നായി. ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയല്ലോ. ഇവിടെ വന്ന് എങ്ങോട്ട് നോക്കിയാലും ഇവരിങ്ങനെ പുല്ല് തിന്നുന്നതൊക്കെയാണ് കാണുക.
കുറച്ച് താഴോട്ട് നടന്ന സമയത്തെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല പച്ചപ്പാണ്. എന്താ സംഭവം എന്ന് വെച്ചാലേ കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ അവിടെ വെള്ളമുണ്ട്. പക്ഷെ നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ താഴ്ന്നു പോകും. അതേപോലത്തെ ചളിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വണ്ടിയും ഇറക്കാൻ നിൽക്കരുത് കേട്ടോ. എന്തായാലും കുറച്ച് ദൂരം ഇതിലെ മുൻപോട്ട് പോയിട്ടേ അവിടെ വെള്ളമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബോട്ടിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും ബോട്ടിൽ ഇതാ ബൈക്കൊക്കെ കയറ്റിയിട്ട് പോകുന്നുണ്ടാവും. ഇതിനകത്ത് തന്നെയാണ് നമുക്കും അങ്ങോട്ട് പോകേണ്ടത്. ഇവിടത്തേക്ക് കബനി ബാക്ക് വാട്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. കബനി ഡാമിൻ്റെ റിസർവയറാണ്. നമ്മൾ ചേകാടിയിൽ നിന്നും കബനി നദി കണ്ടില്ലായിരുന്നു, അത് നേരെ ഒഴുകിയിട്ട് ഇതാ ഇവിടേക്കാണ് വരുന്നത്. എന്തായാലും നമുക്ക് പോകാനുള്ള ബോട്ട് ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ മുതൽ വൈകുന്നേരം 5:30 വരെ ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ വന്ന റൂട്ടിൽ വരുന്ന സമയത്ത് ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാനേ ഇങ്ങനത്തെ ബോട്ടിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ കയറിയിട്ട് അക്കരയ്ക്ക് പോവാണ്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തമായിട്ട് വെള്ളമായിരിക്കും. ആ ഒരു സമയത്ത് ഒരുപാട് സമയം യാത്ര ചെയ്യേണ്ടി വരും നമുക്ക് അക്കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം വെള്ളം വളരെ കുറവാണ്, അതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ. അങ്ങനെ അക്കരെ എത്തി. ഇതിലെ കുറച്ച് ദൂരം മുൻപോട്ട് നടക്കാനുണ്ട്. ഇവിടെയെല്ലാം പരിചയമുള്ള നമുക്കൊരാളെ കിട്ടി. ഈ കൊട്ടവഞ്ചിക്ക് തന്നെയാ വരല് ആദ്യം? അപ്പൊ ഇത്രയും വെള്ളം കയറുമ്പോ കൊട്ടവഞ്ചി മതിയോ? മതി. ഒരു 15 വരെ ഇരുത്തും റൗണ്ടിലേക്ക്. ഒരു 6 അടി വിട്ട് ഇരുത്തുള്ളൂ. കാറ്റ് വന്നാലും കൊണ്ടുവരും. നമ്മൾ പോകുന്ന ഗുണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ബസ്സുണ്ട്. HD കോട്ടയിൽ നിന്ന് എടുക്കുന്ന ബസ്സാണ്. ബോട്ട് ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏകദേശം 1/2 കിലോമീറ്ററിനടുത്ത് ദൂരം നമ്മൾ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഗ്രാമം തുടങ്ങുകയാണ്. മഴക്കാലാവുന്ന സമയത്ത് ഇവിടെ വരെ വെള്ളം വരും. ഇവിടെ ബോട്ടിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും പഴയ ഒരു വീട് കണ്ട് നമ്മുടെ കൂടെയുള്ള ആൾ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മളിപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഏതൊരു നാട്ടിൽ പോകുന്ന സമയത്തും അവിടുത്തെ ആളുകളോട് സംസാരിച്ചിട്ടേ ഒരു പെർമിഷനൊക്കെ വാങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ ഈ വീട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതേപോലത്തെ വീടുകളൊക്കെ ഇപ്പം വളരെ കുറവാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് ശരിക്കും ഒരു കൊട്ടാരം തന്നെയാണ്. പുല്ലുകൊണ്ടാണ് അതിൻ്റെ മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ ഭാഗത്തൊക്കെ ചാണകം മേകിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പഴയ കാലത്തേക്ക് എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. പഴയ കാലത്തെ വീടുകളൊക്കെ ഇതേപോലെ അല്ലായിരുന്നോ? ആളുകൾ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് നമ്മൾ ഉൾഭാഗത്തേക്കൊന്നും കാണിക്കാനോ കയറാനോ ഒന്നും നിൽക്കാതെ തന്നെ നമ്മൾ വീണ്ടും അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് 10 മണിക്ക് വൈകുന്നേരം എല്ലാം ഉണ്ടാവും. പരിപാടിയായിരിക്കും. എന്തൊക്കെ ഉത്സവമായിട്ട് എന്താ ഉണ്ടാവുക? ഗാനമേള ഉണ്ടാവും, പിള്ളേർക്ക് നാടകം ഉണ്ടാവും, നമ്മുടെ പൂജകളൊക്കെ അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തന്നെ ഇവിടെ ചെയ്യും. ഇത് കുടിവെള്ള തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഗ്രാമങ്ങളിൽ പോകുന്ന സമയത്തെ ഗ്രാമത്തിൻ്റെ നടുവിൽ ഇതേപോലെ പൈപ്പുകളുണ്ടാവും. അതിലെപ്പോഴും വെള്ളവും വന്നുകൊണ്ടിരിക്കും. ഇവിടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ രഥമാണ് ഈ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. മുളകും കുരുമുളകും ചേനയും ചേമ്പും വാഴയും അതേപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലെ റോഡിന് നടക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല പോലെ കാഴ്ചകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാനുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും കൃഷിയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരുവിധം എല്ലാ ആളുകളും കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സമയത്ത് വന്നാലും ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ കൃഷിയിടങ്ങളിലാണ് ഉണ്ടാവുക. പിന്നെ വീടിൻ്റെ മുറ്റത്ത് എന്തായാലും ഒരു 4-5 പശുക്കളെങ്കിലും ഉണ്ടാവും. ഇവിടത്തേക്ക് ഒരുപാട് മലയാളികളൊന്നും വന്നിട്ടില്ല. നമ്മൾ മലയാളികൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയൊക്കെ നമ്മൾ പൂട്ടിച്ചിട്ടുണ്ട്. വെള്ളമടിച്ചുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പല സ്ഥലങ്ങളിലേക്കും ഇപ്പം നമുക്ക് പ്രവേശനമില്ല. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തുകാർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ഇവിടുത്തെ സ്ഥലവും ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് വേണം നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് പോകാനുള്ള ബോട്ട് ഇതാ ഒരു ബൈക്കൊക്കെ ആയിട്ട് പറന്നങ്ങനെ വന്നിട്ടുണ്ട്.
വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാനുള്ളൂ. ശരിക്കും അത് അടിപൊളിയായിരുന്നു. നിങ്ങൾ ബോട്ടിലെ കണ്ടക്ടറെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ബോട്ടിലെ കണ്ടക്ടർ. അങ്ങനെ ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കാടിനുള്ളിലൂടെ പോകുന്ന സമയത്തെ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കൊമ്പനാണ്. ആൾ റോഡുമ്മിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും വണ്ടിയിലുള്ള ആളുകളൊക്കെ അത്യാവശ്യം നല്ല പോലെ പേടിപ്പിച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ തിരിച്ച് ബാക്കിലേക്ക് തന്നെ പോയി. പേടി തോന്നിയെങ്കിലും ആൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നേരെ ബാക്കോട്ട് മാറി നിന്ന്. അതിനുശേഷം എല്ലാ ആളുകൾക്കും പോകാൻ പറ്റി. ഇന്ന് വരെ കാണാത്ത കാഴ്ചയും ഭംഗിയും കാടും മൃഗങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് എല്ലാ കാലത്തും ഓർത്തു വെക്കാൻ പറ്റുന്ന അനുഭവങ്ങളുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.